ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 മോക്ക് ടെസ്റ്റോളം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്ന മൗലിക അവകാശങ്ങൾ എന്നുള്ളതാണ്. അതായത് നമ്മുടെ 2021 മുതൽ 24 വരെയുള്ള ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 80ഓളം ക്വസ്റ്റ്യൻസ് ആണ്. 80ഒന്നും അല്ല, ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. ഏകദേശം 21 മുതൽ 24 വരെയുള്ള ടോപ്പിക് എടുക്കുമ്പോൾ. പക്ഷെ അതിൽ എന്താണ്, കുറേ റിപ്പീറ്റ് സ്വത്തവകാശം തന്നെ ഒരു 10-20 തവണ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി തവണ എന്തായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു 80 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗലിക അവകാശം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്തായാലും സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ്, അതായത് 2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അതിൽ 5 ക്വസ്റ്റ്യൻ ആണ് മൗലിക അവകാശങ്ങൾ. അങ്ങോട്ടേക്ക് വന്നൊരു 4-5 പരീക്ഷകൾക്ക് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൗലിക അവകാശം എന്നൊരു ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വീതമാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് മൗലിക അവകാശങ്ങൾ പഠിക്കുക. കാര്യം എല്ലാ പരീക്ഷകൾക്കും 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് ഒന്നെന്നുള്ളത് 3 മാർക്ക് 4 മാർക്ക് വരെ ആകാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ലാസ്റ്റ് നടന്ന നമ്മുടെ 2024 ഏറ്റവും അവസാന സമയങ്ങളിൽ ഡിസംബറിലേക്ക് നടന്ന പരീക്ഷകൾക്ക് വരെ 2-3 മാർക്കിന് മൗലിക അവകാശങ്ങൾ എന്നൊരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോപ്പിക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, ഭാഗം 3 ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം പല പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ 3-ാം ഭാഗത്തിലാണ് എന്ത് പറയുന്നത്, മൗലിക അവകാശങ്ങൾ പറയുന്നത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. അതായത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗവും എന്ത് ചെയ്യാൻ പറ്റും, ഭേദഗതി ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു പറഞ്ഞ ഭേദഗതി ഏതാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അധികം കേൾക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഭേദഗതി 24 ആണ്. 24-ാം ഭേദഗതി പ്രകാരമാണ് 1971 24-ാം ഭേദഗതി വരുന്നത്. 71 എന്ന് പറയുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ആരായിരുന്നു പ്രസിഡന്റ്? VV ഗിരി ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. എന്താണ്? സ്വത്ത് സമ്പാദിക്കാനും, അതായത് സ്വത്തവകാശത്തെ മാറ്റിയ ഭേദഗതി നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഏതാണ് അത്? 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി ഏത് വർഷമാണ്? 1978 അല്ലെ. 4 കൂടി കൂട്ടുമ്പോൾ 8, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. 4 4 8. മറ്റേത് ഏതാണ്? 42-ാം ഭേദഗതി 1976. 42, 4 കൂടി കൂട്ടുമ്പോൾ 6 ആണ്. ഓക്കെ, അപ്പൊ 78-ാം ഇതിൽ ഒത്തിരി വേറെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി. അതായത് 300A, ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 300A ആണ്. ഓക്കെ, അതേപോലെ മാറ്റിയ ആർട്ടിക്കിൾ ഇതിൽ നിന്ന്, അതായത് സ്വത്തവകാശം ഓൾറെഡി എന്തായിരുന്നു, മൗലിക അവകാശങ്ങളായിരുന്നു. അത് ആർട്ടിക്കിൾ 31-ലായിരുന്നു. ആ 31 മാറ്റിയിട്ട് എന്താ ചേർക്കുന്നുണ്ട്, 300A കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേപോലെ ഈ 44-ാം ഭേദഗതിയിലാണ് ആഭ്യന്തര കലഹം എന്ന് മാറ്റി സായുധ വിപ്ലവം എന്നൊക്കെ ആക്കി മാറ്റിയത്. പിന്നെന്തായിരുന്നു പറയാനുള്ളത്? പ്രധാനമന്ത്രി. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതേപോലെ പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ ഭേദഗതി. അവസര സമത്വമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അത്? ആർട്ടിക്കിൾ 16 ആണ് അവസര സമത്വം വരുന്നത്. ആർട്ടിക്കിൾ 16. അവസര സമത്വമാണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്. അവസര സമത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, 15, 16. എന്താണ്? നിവിയ എന്ന് പഠിച്ചു വെച്ചാൽ മതി. നിവിയ. 17 നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. 17 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആയിത്തം അല്ലെ, മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചൊക്കെ നമ്മൾ തൊട്ടുകൂടായ്മ, ആയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ സമത്വമാണ് എന്ത് വരുന്നത്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരുന്നത്. അതിൽ 14 എന്ന് പറയുന്നത് എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ നിയമവാഴ്ച എന്നൊക്കെ പറയും. അതേപോലെ അടുത്ത എന്താണ്? വിവേചനമാണ് 15 എന്ന് പറയുന്നത്. അതായത് മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം, അങ്ങനെ യാതൊരു വിവേചനവും നമ്മൾ ആരോടും കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏതാണ്? അതേപോലെ സ്ത്രീയും പുരുഷനും തുല്യത ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ആർട്ടിക്കിളൊക്കെ ഏതാണ്? അതായത് അവർക്ക് യാതൊരു വിവേചനവും പാടില്ല. അതാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്.
ഇനി എന്ന് പറയുന്നത് എന്താണ്? അവസര സമത്വമാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. അപ്പൊ അത് ഏത് വരും? ആർട്ടിക്കിൾ 16 വരെ. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കാൻ നിവിയ എന്താണ് നിയമവാഴ്ച അഥവാ എന്താണ് ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അടുത്ത എന്താണ്? വിവേചനം പാടില്ല, മതമില്ല. അതേപോലെ എന്ന് പറയുന്നത് എന്താണ്? അവസര സമത്വമാണ്. ഇനി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ എവിടം വരെയാണ്? നമുക്ക് 35 വരെയാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ 12 എന്ന് പറയുന്നതാണ് 14 നമ്മൾ പറഞ്ഞു, 14, 15, 16 പറഞ്ഞു. 12 എന്ന് പറയുന്നത് ശരിക്കും സ്റ്റേറ്റ്, എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിർവചനം കൊടുക്കുന്നതാണ് എന്താ 12. അതായത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, നമ്മുടെ പാർലമെന്റ്, സംസ്ഥാനങ്ങള്, അങ്ങനെ എല്ലാ സർക്കാരും എന്താണ് ഭാരതത്തിന്റെ നിയന്ത്രണത്തിൽ എല്ലാ അധികാര സ്ഥാനങ്ങളും എന്താണ് സ്റ്റേറ്റ്. അതായത് 12, ആർട്ടിക്കിൾ 12 ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ് എന്നതിന് നിർവചനമാണ് ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്. ഇനി 13 ആണെങ്കിലോ, 13 എന്താണ് വരുന്നത്? നമ്മുടെ അതായത് മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള യാതൊരു നിയമവും എന്താണ് നിലനിൽക്കില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 13 എന്ന് പറയുന്നത്. അപ്പൊ 12 സ്റ്റേറ്റ് എന്താന്ന് പറയുന്നു, 13 എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള യാതൊരു നിയമങ്ങളും നിലനിൽക്കില്ല എന്ന് പറയുന്നു. 14, 15, 16 എന്താണ്? നിവിയ എന്താണ്? നിയമം, വിവേചനം, അവസര സമത്വം. അടുത്ത എന്താണ്? 17 എന്ന് പറയുമ്പോൾ അയിത്തമാണ്, അയിത്ത നിർമാർജനമാണ്. 18 എന്ന് പറയുമ്പോൾ എന്താണ്? അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. 17 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ. 18 എന്ന് പറയുന്നത് എന്താണ്? അതായത് പദവി നാമങ്ങൾ നിർത്തലാക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന, അതായത് സൈനികവും അക്കാദമിക്കുമായിട്ടുള്ള ഒഴികെയുള്ള എല്ലാ പദവി നാമങ്ങളും, അതായത് പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു, ഒത്തിരി പ്രഭു, മറ്റേ അങ്ങനെ കുറെ പേരുകൾ, എല്ലാവരുടെ പേരുകളുടെ കൊടുത്തി കുറെ പദവികൾ കൊടുത്തിരുന്നു. അതൊക്കെ നിർത്തലാക്കുന്നതാണ് എന്താ 18 എന്ന് പറയുന്നത്. അപ്പൊ 14 മുതൽ 18 വരെയാണ് സമത്വം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാം മൗലികാവകാശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തടഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതേതാണ്? ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. നെക്സ്റ്റ് നോക്കാം. മതം, ജാതി, ലിംഗം, ജന്മ, ഇത്രയും 5 ക്വസ്റ്റ്യനും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു. ആദ്യത്തെ 5 ക്വസ്റ്റ്യനും അടുത്ത 5 ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു. സെയിം മൗലിക അവകാശങ്ങൾ എന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം നമ്മൾ എന്താണ് പഠിച്ചത്? 14, 15, 16 നിവിയ അല്ലെ. അപ്പൊ 15 എന്ത്? വിവേചനം അല്ലെ. വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് അധികാരം വരുന്നത്? അത് പാർലമെന്റിന്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, മാഗ്ന കാർട്ട എന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ടയ്ക്ക്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്ന് പറയുന്നതും എന്താണ്? അതും മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ ആണിക്കൽ എന്ന് പറയുന്നത്. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് ഡാഷ് ആണ് സമ്മതിദാനം. നമ്മുടെ വോട്ടർ നമ്മൾ വോട്ട് ചെയ്യാനുള്ള അതെന്ന് പറയുന്നത് വിനിയോഗിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു മൗലിക അവകാശമല്ല, നിയമം മൂലം നിർബന്ധമായ കടമയല്ല, മൗലിക സ്വാതന്ത്ര്യമല്ല, ഇതൊന്നുമല്ല കേട്ടോ. നെക്സ്റ്റ് നോക്കാം. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത്. അവിശ്വാസ പ്രമേയം പാസ്സാകുമ്പോൾ, അടിയന്തരാവസ്ഥ കാലത്ത് തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതാകുമ്പോൾ. എപ്പോഴാണ് മൗലിക അവകാശങ്ങൾ ഇതുമാകുന്നത്? അത് അടിയന്തരാവസ്ഥ കാലത്താണ്. നമ്മൾ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ് മൗലികാവകാശങ്ങളെ നമുക്ക് എന്ത് ചെയ്യുന്നത്? റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ആശയപ്രകടനം, തുല്യത, സ്വത്തവകാശം. എല്ലാവർക്കും അറിയാം അല്ലെ, സ്വത്തവകാശമാണ്. 44 ഭേദഗതി 1976 പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റുകയും മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയായിട്ട് മാറുന്നുണ്ട്? 6 ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിർമാർജനം. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് നമ്മൾ പാസാക്കിയ നിയമമാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 6 മൗലിക സ്വാതന്ത്ര്യം. എവിടെയാണ് മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞു സമത്വം എവിടെ മുതൽ എവിടം വരെയാണ്? 14 മുതൽ 18 വരെയാണ് സമത്വം. അടുത്തതാണ് സമത്വം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതെന്ന് പറയുന്നത് 19 മുതൽ 20
72 വരെയാണ്. ഈ 19ലാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ഒന്നാമത്തേത് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിലാണ് നമ്മുടെ പത്ര സ്വാതന്ത്ര്യമൊക്കെ വരുന്നത്, അല്ലെ? പത്ര സ്വാതന്ത്ര്യം പരോക്ഷമായിട്ട് ഉൾപ്പെടുന്നത് ഈ 19(1)(a)യിലാണ് എന്ത് വരുന്നത്? അനുച്ഛേദം 19(1)(a)യിലാണ് പത്ര സ്വാതന്ത്ര്യം വരുന്നത്. അതായത് 19(1)(a) ആണ് എന്തെന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)(b)യിലാണെങ്കിലോ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി എന്താണ് സമ്മേളിക്കാനുള്ള അവകാശം. നമുക്ക് എന്താണ് നമ്മുടെ അഭിപ്രായം പറയാം. അടുത്ത എന്താണ് അഭിപ്രായം? നമുക്ക് ഇവിടെ ഒരു സമ്മേളിച്ചിട്ട് നമുക്ക് എന്താണ് എല്ലാവരെയും വിളിച്ചുകൂട്ടി നമുക്ക് സമ്മേളിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്താണ്? അപ്പൊ സമ്മേളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് തീരുമാനിച്ചു? നമുക്കിത് സമ്മേളിച്ചാൽ മാത്രം പോരാ, നമുക്കൊരു സംഘടന വേണമെന്ന് തീരുമാനിച്ചു. അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, സമ്മേളിക്കാനുള്ള അവകാശമുണ്ട്, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്. അടുത്തതാണ് എന്ത്? അപ്പൊ സംഘടന രൂപീകരിച്ചു, അതെന്താണ്? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ നാട്ടിൽ മാത്രം ആ സംഘടന രൂപീകരിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലായിടത്തും ഇത് രൂപീകരിക്കാൻ പോകണം. അപ്പൊ എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം വന്നു അതില്. അടുത്ത ഇ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ, നമ്മൾ ഇവിടെ നിന്ന് സഞ്ചരിച്ച് നമ്മൾ എന്ത് ചെയ്തു? വേറെ അങ്ങ് ഡൽഹിയിലെത്തിയിട്ട് നമുക്ക് തിരിച്ച് താമസിക്കേണ്ടേ അവിടെ. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ളൊരു എന്തുണ്ട്? നമ്മുടെ ഒരു പൗരന് അവകാശമുണ്ട്. അടുത്ത എഫ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ പോയി താമസിച്ച് നമ്മൾ സംഘടന നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും അല്ലെ നമ്മുടെ നിത്യച്ചെലവിന് എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. അപ്പൊ മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള ഒരു അവകാശം എന്തുണ്ട്? പൗരനുണ്ട്. ഇത്രയുമാണ്. ജസ്റ്റ് ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ് 19ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പൊ ഏതാണ്? ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ആർക്കാണ്? രാഷ്ട്രപതിക്ക് മാത്രമാണ് നിയമത്തിന് മുന്നിൽ തുല്യത എന്നതിൽ ഇളവ് ലഭിക്കുന്നത്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഏത് ഭാഗമാണ്? പാർട്ട് 3 ഭാഗം 3ലാണ് മൗലികാവകാശങ്ങൾ. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? റദ്ദ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അത് ആർക്കാണ് റദ്ദ് ചെയ്യാനുള്ള അധികാരം? അത് രാഷ്ട്രപതിക്ക് മാത്രമാണ്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? അതൊരു നിയമാവകാശമാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി അതിപ്പോൾ എന്താണ്? നിയമാവകാശമാണ്. അസ്പൃശ്യത, അൺടച്ചബിലിറ്റി, നിരോധനം ഏതാണ്? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17ലാണ് നമ്മൾ എന്ത് പറയുന്നത്? അയിത്ത നിർമാർജനം. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഏതിലാണ്? അത് ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള എന്താണ്? അടിയന്തരാവസ്ഥ സമയത്താണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിക്ക് ഇതിനെ നമുക്ക് റദ്ദ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് ഞാൻ പറഞ്ഞു. 6 തരം മൗലിക അവകാശങ്ങളെ പറ്റി എവിടെ മുതൽ എവിടം വരെയാണ്? 14 മുതൽ 32 വരെയാണ് മൗലിക അവകാശങ്ങളെ പറ്റി. ശരിക്കും മൗലിക അവകാശം 12 മുതൽ 35 വരെയാണ് നമ്മൾ പറയുന്നത്. അതിൽ 12ഉം 13 എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്. ശരിക്കും എവിടെ മുതൽ എവിടം വരെയാണ്? 14 മുതൽ 32 വരെയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 29 ഉണ്ട്, 30 ഉണ്ട്. ഏതാണ് അത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് 29, 30. അതായത് 29 എന്ന് പറയുന്നത് എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. 29 എന്താണ്? ന്യൂനപക്ഷം, അതായത് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയൊക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷണമാണ്. കണ്ടോ? ഇവിടെ എന്തുണ്ട്? സാംസ്കാരികവും ഉണ്ട്, വിദ്യാഭ്യാസപരവുമായിട്ടും ഉണ്ട്. ഇനി 30 എന്ന് പറയുമ്പോൾ എന്താണ്? 29ഉം 30ഉം ശരിക്കും എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. 30 വരുമ്പോൾ എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശമാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നിയമത്തിന്റെ അനുമതിയോടല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഏത് അനുച്ഛേദത്തിലാണ് എന്ത് പറയുന്നത്? ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ, ജീവനും സ്വത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഇതിനെയാണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളുടെ അടിത്തറയാണ്.
അതേപോലെ തന്നെ ഇവിടെ പറയേണ്ടതുണ്ട് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതിയിൽ പ്രഖ്യാപിച്ചൊരു കേസ് ഉണ്ട്. ഏതാണ് അത്? ഇമ്പോർട്ടന്റ് ആണ്. 2017 അതിന് വിധി വന്നത്. KS പുട്ടസ്വാമി കേസ് എന്ന് പറയും. KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള കേസാണ് എന്ത് പറയുന്നത്. അതിലാണ് നമ്മുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് പറഞ്ഞത് ഈ കേസിലാണ്. അപ്പൊ 21ാം അനുച്ഛേദമാണ് എന്ത്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ഏതായിരിക്കും? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് അത് ആർട്ടിക്കിൾ 32 എന്താണ് 32 പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധി അല്ലെ? ഭരണഘടനാപരമായ പ്രതിവിധി. ഇതിനെയാണ് ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് ആര് വിശേഷിപ്പിക്കുന്നത്? ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ ചോദിക്കട്ടെ, ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് ഏതിനെയാണ്? അത് ആമുഖത്തെയാണ് താക്കൂർദാസ് പറയുന്നത്. നമ്മുടെ അംബേദ്കർ ആണ് പറയുന്നത് എന്ത്? ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് 32ാം അനുച്ഛേദത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വം നമ്മൾ പറഞ്ഞു, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം വരുന്നത്. അതിൽ ഏതൊക്കെയാണ്? 14, 15, 16, 17, 18. 14 നിവിയ. ഓക്കെ, ഇവിടെ എന്താണ്? അയിത്ത നിർമാർജനം. 18 എന്ന് പറയുമ്പോൾ പദവി പേരുകളാണ്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനുള്ള അവകാശം. അത് സമത്വത്തിനുള്ള അവകാശത്തിലാണോ വരുന്നത്? അല്ല, അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ്. അപ്പൊ ഇതല്ല, ഒന്നല്ല എന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടത് എന്താണ്? പെടാത്തതാണ്. കണ്ടോ, എല്ലാത്തിലും ഒന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനമരുത്. ഓക്കെ, വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? അതിൽ പെടുന്നതാണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. കണ്ടോ, പദവിനാമങ്ങൾ, സ്ഥാനപ്പേരുകൾ ഇത് വരുന്നുണ്ട്. 18 ആർട്ടിക്കിൾ വരുന്നത്. ഇത് വിവേചനം വരുന്നത് ആർട്ടിക്കിൾ 15 പൊതു നിയമങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ 16 അപ്പൊ ഇതെല്ലാം എന്ത് വരുന്നുണ്ട്? സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. അപ്പൊ ഓപ്ഷൻ ബി 1 മാത്രമാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വായിച്ചു നോക്കാം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? 25 മുതൽ 28 വരെയാണ്. 28, 29, 30 നമ്മൾ പറഞ്ഞു എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അപ്പൊ ഇനി പഠിക്കേണ്ടത് 25, 26, 27, 28. 25 മുതൽ 28 വരെ പറയുന്നത് മതസ്വാതന്ത്ര്യമാണ്. മതസ്വാതന്ത്ര്യം. 25 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലെ? നമുക്ക് ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. 26 നമ്മുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ മതസ്ഥാപനങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുള്ള നോക്കി നടത്തുന്നതിനുള്ള അവകാശമാണ് ഈ 26 പറയുന്നത്. 27 ഓക്കെ, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതി കൊടുക്കാൻ നിർബന്ധിക്കാൻ അതിനെതിരെയുള്ള അവകാശമാണ്. അതായത് ഇന്നൊരു മതത്തെ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നികുതി കൊടുക്കണം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്, നികുതി അല്ലെ? ഇനി 28 എന്തായിരിക്കാം? 28 എന്ന് പറയുന്നത് 28 തന്നെ നമുക്ക് സബ്പാർട്ടുണ്ട്. 28 ഒന്നെന്ന് പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറയത്തില്ലേ, വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ഇത് എന്ത് പാടില്ല? ഗവൺമെന്റ് സ്കൂളുകളിൽ എന്താണ്? മതപരമായ യാതൊരു നിർദ്ദേശങ്ങളും നൽകാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് 28(1) എന്ന് പറയുന്നത്. ഗവൺമെന്റ് സ്കൂളുകളിലെ കാര്യങ്ങളാണ്. 28(2) മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ എൻഡോമെന്റോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല. ഓക്കെ, അതായത് ആ ഒരു മതത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ല, ആ ഒരു മതത്തെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കൂളാണ് അതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് പറ്റില്ല? 28(1) പറ്റില്ല. ഇനി 28(3) എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും, അതായത് 28 നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്? ഗവൺമെന്റിന്റെ ഫീസ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. 28(3) എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്താണ്? ഗവൺമെന്റിന്റെ ഫീസ് അല്ല അവിടെ മേടിക്കുന്നത് അല്ലെ? ഓട്ടോമാറ്റിക് ആൾക്കാർ തന്നെയാണ്, പ്രൈവറ്റ് സ്കൂളുകളാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല?
അവർക്ക് അവിടെ നടത്താം, പക്ഷെ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല. അതായത് ഒരു കുട്ടിക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ളത് അതായത് അത് ആ കുട്ടിയുടെ അവകാശമാണ്. ആർട്ടിക്കിൾ 28(3) പറയുന്ന അവന്റെ അവകാശമാണ് എന്ത്, അതായത് ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഇപ്പൊ ഒരു എന്താണ് ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു കുട്ടിയെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാനായിട്ട് പാടില്ല. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതേപോലെ തന്നെ എന്താണ് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കി മാറ്റി. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21A പ്രകാരമാണ്. ഓക്കെ, ആർട്ടിക്കിൾ 21A പ്രകാരമാണ്. എന്താണ്? 86ാം ഭേദഗതിയായിരുന്നു. 86ാം ഭേദഗതി 2002 86ാം ഭേദഗതി പ്രകാരമാണ് 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നൊക്കെ പറയും. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതാണ്? നേരത്തെ ഞാൻ പറഞ്ഞു 29ഉം 30ഉമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. താഴെ പറയുന്നതിൽ ഭരണഘടനാ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആർട്ടിക്കിൾ 20 ഒരു കുറ്റത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഇത് ശരിയാണ്. ഓക്കെ, അതായത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണമാണ്. ഒന്ന് പറയുന്നത് എന്താണ്? നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയും. അതായത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല, മുൻകാല പ്രാബല്യത്തിലൂടെ. അടുത്തെന്താണ്? ഡബിൾ ജിയോപാർഡി എന്ന് പറയും. നോ ഡബിൾ ജിയോപാർഡി, അതായത് ഒരു വ്യക്തി ഒരു കുറ്റത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ വേണ്ടി പാടില്ല. അതാണ് 22 പറയുന്നത്. 23 നോ സെൽഫ് ഇൻക്രിമിനേഷൻ, അതായത് അവൻ ചെയ്ത തെറ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, തെളിവുകൾ അവൻ തന്നെ ഹാജരാക്കാനായിട്ട് ഒരിക്കലും അവനെ നിർബന്ധിക്കാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 14 എന്താണ്? 14, 15, 16 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലുമാണ് പറയുന്നത്. ആണോ? അല്ല. അത് ഏതാണ്? ആർട്ടിക്കിൾ 14 നമ്മൾ പറഞ്ഞു. നിയമത്തിന് മുന്നിൽ നിയമവാഴ്ചയാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അപ്പൊ കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22 എന്ത് പറയുന്നത്, കരുതൽ തടങ്കലിനെ പറ്റി പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിയമവിധേയമല്ലാത്ത അറസ്റ്റിലും തടങ്കലിനും ഇതിലല്ലേ കരുതൽ തടങ്കലാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ. ആർട്ടിക്കിൾ 22 സർക്കാർ ഉദ്യോഗങ്ങളിൽ പൗരന്മാർക്ക് അവസര സമത്വം ഏതാണ് നമ്മൾ പറഞ്ഞത്? ആർട്ടിക്കിൾ 16 നമ്മൾ അവസര സമത്വം പറഞ്ഞത്. നിവിയ വരുന്നത് അവസര സമത്വമാണ്. അത് ഏതാണ്? ആർട്ടിക്കിൾ 16 18 എന്താണ് പറയുന്നത്? ജീവിക്കുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് ജീവിക്കുന്നതിനുള്ളതാണോ? അല്ല, പദവി നാമങ്ങളാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് നോക്കാം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ ആർക്കൊക്കെ അവകാശമുണ്ട്? നമുക്കറിയാം സുപ്രീം കോടതിക്കും അവകാശമുണ്ട്, അതേപോലെ തന്നെ എന്തിനുണ്ട്, നമ്മുടെ ഹൈക്കോടതിക്കും അവകാശമുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. എങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോർട്ട് എന്ത് ചെയ്യുന്നത്, റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ നേടുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ പറഞ്ഞു ഇഷ്ടമുള്ള അല്ലെ, അതേതാണ്? ആർട്ടിക്കിൾ 25 പ്രകാരമാണ് മതവുമായി ബന്ധപ്പെട്ട് വരുന്നത്. മൗലികാവകാശങ്ങളിൽ പെടാത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം. വരുന്നത് ഓപ്ഷൻ സി 3ഉം 4ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ? ഏതിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈക്കോടതിയും സുപ്രീം കോടതിയും. ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരവും സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരവുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ,
6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമാക്കി വിദ്യാഭ്യാസം മാറ്റി. ഓക്കെ, അതും ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ളതും പ്രാഥമിക വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതും ശരിയാണ്. വിദ്യാഭ്യാസ അവകാശം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1, 2, 3. അത് പാർലമെന്റ് പാസ്സാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2009 ഓഗസ്റ്റ് 26 ഓക്കെ, അത് നിലവിൽ വന്നതാണ് 2010. അത് 2019 ജനുവരിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് അതിന്റെ ഭേദഗതി ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ 2019. അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതികളും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ഹാജരാക്കുക. അതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതായത് ശരീരം ഹാജരാക്കുക, ഹേബിയസ് കോർപ്പസ്. എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഹിബിഷൻ വിലക്കുക, പ്രൊഹിബിറ്റ് അല്ലെ, വിലക്കുക. അതാണ് അതിന്റെ മീനിങ്, വിലക്കുക. അതായത് ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെതിരെയാണ് പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വിലക്കുക, ടു ഫോർബിഡ് എന്നാണ്. നിയമവിരുദ്ധവും നീതിരഹിതമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. അതാണ് മാൻഡമസിന്റെ മീനിങ്. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാക്ഷ്യപ്പെടുത്തുക. സെർഷ്യോററി സാക്ഷ്യപ്പെടുത്തുക. ഓക്കെ, അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനൊക്കെ ഉത്തരവിടുന്നത് ഈ പറയുന്ന സെർഷ്യോററിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 6. നേരത്തെ 7 ആയിരുന്നു, അതിപ്പോ എത്രയാണ്? 6. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 28(1) എന്ന് പറയുന്നത്. ഓക്കെ, 28(1), 28(2), 28(3) നമ്മൾ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം എന്താക്കി മാറ്റിയിട്ടുള്ളത്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം 21(a)യിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ വേണം. ഭാഗം 3 നമ്മൾ പറഞ്ഞു. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. റഷ്യയിൽ നിന്നാണോ? അല്ല. അത് എവിടെ നിന്നാണ്? അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൗലികാവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടത്. ന്യായവാദാർഹമാണ് അല്ലെ? ശരിയാണ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിൽ പോയി വാദിച്ചെടുക്കാനായിട്ട് പറ്റും. സ്വത്തവകാശത്തെ ഒഴിവാക്കി. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. 1, 3, 4 ശരി വരുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ. 76 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തി. ആണോ? 76 അല്ല, 86 ആണ്. 2002 86 ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21(a)യിൽ ഉൾപ്പെടുത്തി. ഇതും ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ശരിയാണ്. ഓപ്ഷൻ ബി 2, 3 ശരിയായ ആൻസർ ആയിട്ട് വരേണ്ടത്. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത്? ഏതാണ്? ആർട്ടിക്കിൾ ഭേദഗതി 44 ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25(1) എന്തുമായി ബന്ധപ്പെട്ടു? 25(1) പറയുന്നത്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമാണ് നമ്മൾ പറയുന്നത്. എന്ത്? 25(1) എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതായിരുന്നു? 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ 25 നമ്മൾ ഒരു 3-4 ഫാക്ട് പറഞ്ഞില്ലേ? അതിൽ ഏതാണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമാണ് 25(1) എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ ആർക്കാണ് അധികാരമുള്ളത്? എല്ലാത്തിലും ഭേദഗതി വരുത്താൻ ആർക്കാണ്? പാർലമെന്റിനാണ് അധികാരമുള്ളത്. അവസര സമത്വം ഏതിലാണ് ഉൾക്കൊള്ളുന്നത്? അവസര സമത്വം 16 വകുപ്പ്. ഇതെന്താണ്? നിയമവാഴ്ച. 15 വിവേചനം പാടില്ല. 17 അയിത്ത നിർമാർജനം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്താൻ. ന്യായവാദാർഹമല്ല ആണ്. അല്ലെ? നമുക്ക് എന്താണ്? വാദിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. 1 തെറ്റാണ്. നേരെ അങ്ങ് വെട്ടിക്കളയുക. ഒന്നുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. ശരിയാണ്. ഭാഗം 4 അല്ല, ഭാഗം 3 മൗലികാവകാശങ്ങൾ. 3 തെറ്റാണ്.
സോ തെറ്റ്. ആൻസർ ഏതാണ്? ഇതാണ് ശരി. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശമാണ്. നമ്മൾ പറഞ്ഞു 29, 30. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. നിയമവിധേയമല്ല അത്തെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? ഏതാണ്? കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഹിബിറ്റ് ചെയ്യുക, പ്രൊഹിബിഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുന്നതിന് ഇറക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ശരിയാണ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. ഇവിടെ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദ എബോവ്. എല്ലാം എന്താണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നെക്സ്റ്റ് നോക്കാം. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത്? ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. ഏതായിരിക്കും പെടാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് രണ്ടാമത്തെ. ഓക്കെ, ഏതാണ് ഉൾപ്പെടാത്തത്? വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അല്ലേ? അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓൺലി 3 മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21A വരുന്നത്. അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്. ചുവടെ ചേർക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. തെറ്റാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ശരിയാണ്. സ്വത്തവകാശം മൗലിക അവകാശവും നിയമാവകാശവുമാണ്. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? ഓൺലി 2 അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368 എന്ന് പറയുന്നത്. 12 മുതൽ 15 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്താണ്? മൗലികാവകാശങ്ങളെ പറ്റിയാണ്. ശരിയാണ്. 2 ശരിയാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ആർട്ടിക്കിൾ 32 അല്ല, 226 അപ്പൊ ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലേ? 3 തെറ്റാണ്. ഓക്കെ, ഇനി ഏതാണ്? നമുക്ക് പിന്നെ അറിയാവുന്ന ഏതാണ്? ഇതും ശരിയാണ്, നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് അല്ലെ. 12 മുതൽ 35 വരെയാണ് എന്ത്? മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓൺലി 2 എന്നൊരു ഓപ്ഷൻ ഇല്ല. സോ ഓപ്ഷൻ ബി ഓൺലി 1 and 2 ആണ്. അപ്പൊ എന്താണ് പഠിക്കേണ്ടത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്നത് 368 ആർട്ടിക്കിൾ പ്രകാരമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ റിട്ടുമായി ബന്ധപ്പെട്ട് ശരിയായവ? ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. തെറ്റാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് പറ്റുന്നത്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ്. മാൻഡമസ് എന്തധികാരം എന്നല്ല, മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ത് വരുന്നത്? മാൻഡമസ് വരുന്നത്. കോ വാറന്റോയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്തധികാരത്തിൽ എന്ന് ചോദിക്കുന്നത് ഏതാണ്? കോ വാറന്റോ. അപ്പൊ ഇതും തെറ്റാണ്. ഹൈക്കോടതികൾക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 256. ഇതും തെറ്റാണ്. 226 ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ്. 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? സ്വാതന്ത്ര്യമാണ് പറയുന്നത്. എന്താണ്? സ്വാതന്ത്ര്യമായി ഏത് മതത്തിലും വിശ്വസിക്കാനും പൊതു നിയമങ്ങളിൽ അവസര സമത്വം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെ മതന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ഇവിടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നത് ഏതാണ്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. അതായത് എവിടെ മുതൽ എവിടം വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിലാണ് വരുന്നത് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ളത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം ഏതാണ്? ഏതായിരിക്കും അത്? സ്വത്തവകാശമാണ്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയെ ആത്മാവെന്ന് വിളിച്ചത്? 32ാം വകുപ്പിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നതിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണെന്ന്? വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും സമത്വത്തിനുള്ള അവകാശവും ഒക്കെ. തുല്യ ജോലിക്ക് തുല്യ അവകാശം നമ്മുടെ നിർദ്ദേശകത്വങ്ങളിൽ വരുന്നതാണ്. അപ്പൊ അതാണ് ഉൾപ്പെടുത്താത്ത അവകാശം.
ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ് ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? 2002 86 ഭേദഗതി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ആണ് വേണ്ടത്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ്. ഇത് ശരിയാണ്. ഐറിഷ് ഭരണഘടനയോട് ആണോ? അല്ല, US ആണ്. അപ്പൊ ഇത് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടുണ്ട് ആൻസർ ആയിട്ട്. അപ്പൊ എന്താ? ഇതല്ല. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളാണ് പറയുന്നത്. 6ആണോ? അല്ല, നമുക്കറിയാം 5 ആണെന്നാണ് ഇവിടെ പറയുന്നത്. 5 അല്ല 6 ആണ്. അപ്പൊ ഓപ്ഷൻ 4 എന്താണ്? ശരിയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? തെറ്റായതാണ്. അപ്പോൾ 2ഉം 3ഉം ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ്? റിട്ട് എവിടെ നിന്നാണ്? റിട്ട് ബ്രിട്ടൻ അല്ലെ? കണക്ട് ചെയ്ത് പഠിക്കുക. റിട്ട് ബ്രിട്ടൻ എവിടെയാണ്? ഓപ്ഷൻ എ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശം നിലവിൽ വന്നത്, നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ഓക്കെ, അതായത് ഏപ്രിൽ 1 എന്താണ്? വിഡ്ഢി ദിനമാണ്. അപ്പൊ എന്താണ്? നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? പ്രമേയം അവതരിപ്പിച്ചത് അത് മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ എത്ര മാസമാണ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? 3 മാസമാണ്. ആർട്ടിക്കിൾ 22 ആണ് കരുതൽ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്നത്. 3 മാസം വരെയാണ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. അതേപോലെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ പറയുന്ന മോത്തിലാൽ നെഹ്റുവിന്റെ, അതായത് 1928 അതിനെയാണ് നമ്മൾ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ജവഹർലാൽ നെഹ്റു അല്ല, അത് മോത്തിലാൽ നെഹ്റു ആണ്. 1928 65-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ ഏതിലാണ് ബാലവേലക്കെതിരെയായിട്ട് വരുന്നത്? ബാലവേല എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അതേതാണ്? ആർട്ടിക്കിൾ 23-ഉം 24-ഉമാണ്. 23-ഉം 24-ഉമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അതില് 24-ലാണ് എന്ത് പറയുന്നത്? ബാലവേല പറയുന്ന 24-ലാണ്. 23-ൽ പറയുന്നതാണ് ഈ പറയുന്ന മനുഷ്യക്കടത്തും അതേപോലെ അടിമത്തവും ഒക്കെ 23-ലാണ് പറയുന്നത്. ഈ ബാലവേലയ്ക്ക് ഇപ്പോൾ എന്താണ്? ആ ഒരു ബാലവേല ഉപയോഗിച്ചില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ആ ഒരു മുദ്രയുണ്ടല്ലോ, അതെന്താണ്? അത് റഗ്മാർക്ക് ആണ്. റഗ്മാർക്ക്. അതിപ്പോ അറിയപ്പെടുന്ന പേരെന്താണ്? ഗുഡ് വീവ്. ആരായിരുന്നു? കൈലാഷ് സത്യാർത്ഥിയാണ് എന്ത് ചെയ്യുന്നത്? ഈ റഗ്മാർക്ക് എന്ന ആശയത്തിന് രൂപീകരണം കൊടുത്തത്. അതേപോലെ തന്നെ ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? അത് ജൂൺ 12 ആണ് ലോക ബാലവേല വിരുദ്ധ ദിനം. അദ്ദേഹത്തിന് 2014 കൈലാഷ് സത്യാർത്ഥിക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? നമ്മുടെ നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. അത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രവർത്തനങ്ങളുടെ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്നൊരു സംഘടനയുമായി ബന്ധപ്പെട്ട് ബാലവേലക്കെതിരെ പ്രവർത്തിച്ചതിനായിരുന്നു. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? നമുക്ക് വേണ്ടത് തെറ്റാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ശരിയാണ് അല്ലെ? മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. അതും ശരിയാണ്. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അവയെ നമുക്ക് എന്താണ്? മൗലികാവകാശങ്ങൾ നടത്തിക്കിട്ടാൻ കോടതിയെ സമീപിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റല്ലേ? അപ്പൊ എന്താണ് ഇവിടെ? തെറ്റായതല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത വർഷമാണ് 1978 44-ാം ഭേദഗതി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ആര്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച എന്തിനെയായിരുന്നു? ആർട്ടിക്കിൾ 32. അതെന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിലാണ് വരുന്നത്? അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓക്കെ, അത് എവിടെ മുതൽ എവിടം വരെയായിരുന്നു? 19 മുതൽ 22 വരെയാണ്. അപ്പൊ 21A ആണ്. അപ്പൊ അത് ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്.
നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഇത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എന്നോടെ ഇട്ടേക്ക്. ആൻസർ വരുന്ന യൂണിഫോം സിവിൽ കോഡാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതിലാണ്? 44-ാം ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, ഇതെല്ലാം ആമുഖത്തിൽ പറയുന്നതാണ്. മൗലികാവകാശങ്ങളാണ് ആമുഖത്തിൽ ഉൾപ്പെടാത്തത്. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന, ഇതൊക്കെ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഒരു ഈ പറയുന്ന 2021 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള നമുക്ക് കിട്ടും. സഞ്ചാര സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞു, ശരിയാണ്. സംഘടനാ രൂപീകരണം ശരിയാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21-ലാണ്. അത് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിലാണ് വരുന്നത് അല്ലെ. അത് 21 നമ്മൾ ചോദിച്ചിരിക്കുന്നത് 19-ലുള്ളതാണ്. അപ്പൊ ഏതാണ്? 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? മൗലികാവകാശങ്ങൾ കടമെടുത്താണ്. അപ്പൊ നേരെ നോക്കാം, ഇതല്ല ആൻസർ. ബാക്കി എല്ലാത്തിലും 2 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. അപ്പൊ ഒന്നുമല്ല. പിന്നെ ഏതാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ സി 2ഉം 3ഉമാണ് കടം കൊണ്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ചേരുംപടി ചേർക്കുക. ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു. എന്താണ് മാൻഡമസ്? പ്രൊഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക അല്ലെ. കോവാറന്റോ എന്തധികാരം. ഇതാണ് ഓർഡർ. 1 2 ആണ്, 2 4 ആണ്, 3 3 തന്നെയാണ്, 4 1 അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലികാവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനമൊക്കെ അല്ല. അപ്പൊ ഏത് വരും? ഓപ്ഷൻ ബി 1ഉം 2ഉമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി കടം കൊണ്ടത്? അപ്പൊ പഠിച്ചു വെക്കുക, നിയമവാഴ്ച എന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത്? അത് നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. അത് ഏതാണ്? ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിയമവാഴ്ച എന്ന ആശയം വരുന്നത്. ഓക്കെ അല്ലേ? അതിനാണ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ആരാണ് എഴുതിയത്? റൂൾ ഓഫ് ലോ, റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് അല്ലെ. റോൾ ഓഫ് പോലീസ്, നിയമങ്ങൾ പാലിക്കുന്നതിന് പോലീസുകാരുടെ റോള്. ആരാണ്? അതെ, ആരുടെയാണ്? ശങ്കർ ദയാൽ ശർമ്മയുടെ പുസ്തകമാണ് ഈ പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ടോപ്പിക്കുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, ഈ പറയുന്ന നമ്മൾ 16 നമ്മൾ പറഞ്ഞു എന്താണ്? അവസര സമത്വമാണെന്ന് പറഞ്ഞു. ഓക്കെ, ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് അവസര സമത്വമാണ്. ഈ അവസര സമത്വം ഉറപ്പുവാക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഇത്, സച്ചാർ കമ്മിറ്റി. എന്താണ്? സച്ചാർ കമ്മിറ്റി. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട 7 അംഗ കമ്മിറ്റിയും എന്താണ്? ഈ പറയുന്ന സച്ചാർ കമ്മിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതേപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമം ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? അതാണ് അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണെന്ന് ചോദിക്കും. അത് ഏതാണ്? 1955 അതേ ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ടതാണ്. അതേപോലെ ഈ പറയുന്ന അയിത്തം എന്ന പദം ഈ പറയുന്ന ഭരണഘടനയിലോ ഇന്ത്യൻ ആക്ടിലോ എവിടെയും അതേപോലെ പരാമർശിച്ചിട്ടില്ല എന്നുകൂടി ഓർത്തു വെക്കുക. അതേപോലെ 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? പത്രങ്ങളാണ് 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അതായത് ആർട്ടിക്കിൾ 19(1) നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന 4th എസ്റ്റേറ്റ്, പത്രമാധ്യമങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 20 ആണ്. അതായത് 3 തരം സംരക്ഷണങ്ങളെ പറ്റി പറയുന്നുണ്ട്. എല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനിയിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി റാങ്ക് ഫയലും കൂടി ഒന്ന് വായിച്ച് ഒന്ന് റിവിഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്നൊരു ടോപ്പിക്ക് സെറ്റാണ്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അടുത്ത ടോപ്പിക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളും അതേപോലെ മൗലിക കടമകളുമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരുമ്പോഴേക്കും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.